ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഇന്ന് ഉദ്ധവ ഉപദേശത്തിൽ ഭഗവാൻ ഉദ്ധവരോട് യദു മഹാരാജാവും ദത്താത്രേയ അവധൂതനും തമ്മിലുള്ള സംവാദത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിന്ന് പറയാം. അതായത് ദത്താത്രേയൻ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശം, ഭൂമി, വായു, സൂര്യൻ, ചന്ദ്രൻ, വേട്ടാളൻ, പെരുമ്പാമ്പ്, മാടപ്രാവ് ഇങ്ങനെ തുടങ്ങി 24 ഗുരുക്കന്മാർ. അതിൽ മാടപ്രാവ് എന്ന ഗുരുനാഥനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ അധികം ആരോടും സ്നേഹബന്ധമോ അല്ലെങ്കിൽ മറ്റു യാതൊരുവിധ ബന്ധവും വച്ചു പുലർത്താൻ പാടില്ല. അത് പിന്നീട് വലിയ ദുഃഖങ്ങൾക്ക് കാരണമാകും എന്നാണ് ദത്താത്രേയൻ പറയുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ട് ചെറിയൊരു കഥയുണ്ട്. അതായത് പണ്ട് ഒരു കാട്ടിൽ ഒരു മാടപ്രാവും ഒരു പെൺപ്രാവും താമസിച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പെൺപ്രാവ് 2 മുട്ടകളിടുകയും അവ വിരിഞ്ഞിട്ട് 2 പ്രാവിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരിക്കൽ ഈ മാടപ്രാവും പെൺപ്രാവും കൂടി ഭക്ഷണം തേടി ദൂരേക്ക് പോകുന്ന സമയത്ത് ഒരു വേടൻ അവിടെ എത്തുകയും ഒരു വല വിരിച്ചിട്ട് ഈ പ്രാവിൻ കുഞ്ഞുങ്ങളെ ഈ വലയിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നു. തിരികെ വന്ന പെൺപ്രാവ് കാണുന്നത് തൻ്റെ കുഞ്ഞുങ്ങൾ ഈ വലയിൽ അകപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് കണ്ട് ദുഃഖം സഹിക്കവയ്യാതെ ഈ പെൺപ്രാവും കൂടി ആ മക്കളോടൊപ്പം പോകാം എന്ന് വിചാരിച്ചിട്ട് ആ വലയിലേക്ക് എടുത്തു ചാടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ മാടപ്രാവ് അവിടെ എത്തുന്നത്. മാടപ്രാവിനാണെങ്കിലും ഈ ദുഃഖം സഹിക്കാനേ കഴിഞ്ഞില്ല. താൻ ജീവനെ പോലെ സ്നേഹിച്ച തൻ്റെ പെൺപ്രാവും അതിനേക്കാളേറെ താൻ സ്നേഹിച്ച തൻ്റെ കുഞ്ഞുങ്ങളും ഈ വലയിൽ അകപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ മാത്രം എന്തിനീ ദുഃഖം സഹിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഈ മാടപ്രാവും ആ വലയിലേക്ക് എടുത്തു ചാടുന്നു. നോക്കൂ, നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു ഗൃഹസ്ഥനെയാണ് ഈ മാടപ്രാവിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഭാര്യയിലും മക്കളിലും മുഴുകി, അതായത് ആ ഒരു ആസക്തിയിൽ മുഴുകി ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരും എന്നാണ് അവിടെ കാണിക്കുന്നത്. നോക്കൂ, മനുഷ്യന്, അതായത് നമ്മുടെ ഈ മനുഷ്യ ശരീരം മോക്ഷപ്രാപ്തിക്കായിട്ടാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളാണെങ്കിലോ അതിന് മാത്രം ആ ഒരു ശരീരത്തെ ഉപയോഗിക്കുന്നില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും ആ ഭഗവാന്റെ നാമം ജപിച്ചും ഭഗവാനെ സ്മരിച്ചും ഒരു പരമപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.